ഈ മലയാള സിനിമയെ നശിപ്പിക്കുന്നത് ആരാണെന്ന് അറിയാമോ? റിവ്യൂവേഴ്സ് പോലെയുള്ള തെണ്ടികളാണ് മലയാള സിനിമയെ നശിപ്പിക്കുന്നത്. ഞാൻ ഒറ്റവാക്കി പറയുന്നു, നിങ്ങളെ പോലെയുള്ള തെണ്ടികളാണ് മലയാള സിനിമയെ നശിപ്പിക്കുന്നത്. ജോസ് പല്ലിശ്ശേരി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പുള്ളിക്ക് അടിച്ചണ്ണാക്കി കൊടുക്കുന്ന രീതിക്കാണ് യവന്മാർ കാണിച്ചത്. എന്തിന്? വണ്ടർഫുൾ മൂവി 2024 ഒരു ബെസ്റ്റ് ഫിലിം. ആൾക്കാർക്കൊന്നും ബോധിക്കുന്നില്ല ഈ പടം എന്തെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അറിയാലോ, വിവരമില്ലാത്ത കുറെ തെണ്ടികളാണ് ഈ പടം കാണാനായിട്ട് കയറുന്നത്. പടമല്ല, എല്ലാ പടവും കാണാൻ കയറുന്നത് വിവരമില്ലാത്ത കുറെ തെണ്ടികളാണ്. സംബന്ധിച്ചവർക്ക് ഇനി എന്ത് കാടിവെള്ളം കൊടുത്താലും അവർ കൊള്ളൂല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവർക്കിനി എന്ത് കലയിൽ കൊടുത്താലും അവർ കൊള്ളൂല എന്നേ അവർ പറയൂ. അവരെ സംബന്ധിച്ച് അവര് എന്താണ്, വെറുതെ കാണുന്നു, കുറ്റം പറയാൻ വേണ്ടി കാണുന്നു. അല്ലാതെ ഒരു പടത്തെ സംബന്ധിച്ച് നമ്മൾ ആ പടത്തെ മനസ്സിലാക്കി നമ്മൾ കാണണം. ഇപ്പൊ ആ പടത്തിൽ ആ ഡയറക്ടർ എന്താണോ, അല്ലെങ്കിൽ അതിന്റെ ബാക്കി സെക്ഷനിലുള്ള ആൾക്കാർ എന്താണോ കാട്ടി വെച്ചേക്കുന്നത് അത് കാണണം നമ്മൾ. അല്ലാതെ ആ പടം കൊള്ളൂല, അയാൾ ഇത് ചെയ്ത് അതിങ്ങനെ ഇരിക്കുന്നു, അതൊന്നും വിലയിരുത്താനായിട്ടൊരു കാര്യമില്ല. ഒരു നല്ല സാധനമാണെങ്കിൽ കണ്ടിട്ട് നല്ലതെന്ന് തന്നെ പറയണം. ഇതൊരു സാധനം എടുത്ത് വെച്ചിട്ട് കൊള്ളൂല എന്ന് പറയുന്നത് എന്താണിത്? വിവരമുള്ളവർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയും. അല്ലാതെ വിവരമില്ലാത്ത കുറെ തെണ്ടികളാണ് ഇതേപോലെയുള്ള നല്ല പടങ്ങളെ നശിപ്പിക്കുന്നത്. ഇതേപോലെ വാലിബൻ എന്ന് പറയുന്ന ഒരു മോഹൻലാലിന്റെ ഒരു പടം, അതിനെ ഇവരെല്ലാം കൂടെ അടിച്ച് അണ്ണാക്കി കൊടുത്തു വിട്ടു. വല്ല കഴിവുള്ളവർ അംഗീകരിക്കുന്നില്ല കേരളത്തിലുള്ള ആൾക്കാർ. എംഎൽഎന് നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ ആൾക്കാർ, നമ്മുടെ ബ്രഹ്മയുഗത്തിന് നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ. ഇത് തോന്നുന്നു ബ്രഹ്മയുഗവും നമ്മുടെ വാലിബനൊക്കെ ഏതാണ്ട് ഒരേ പാറ്റേണിൽ വരുന്ന ചിത്രങ്ങളാണ്. ഏതാണ്ട് ഒരു സൈലന്റ് മൂഡിൽ പോകുന്ന ചിത്രമാണ്. തോന്നുന്നു ലാലേട്ടൻ്റെ അടുത്ത് വല്ല ദേഷ്യമോ വൈരാഗ്യമോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പറയാൻ കാര്യം എനിക്കറിയത്തില്ല. ഞാനൊരു ലാൽ ഫാനോ അല്ലെങ്കിൽ മമ്മൂക്ക ഫാനോ ഒന്നും അല്ല. എല്ലാ നടന്മാരെയും ഞാൻ ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർക്ക് വിവരമില്ലാത്ത കുറെ ആൾക്കാരാണ്